ജ്യോതിഷത്തിൻ്റെ പ്രയോജനം. ഇവിടെയാണ് ജ്യോതിഷത്തിൻ്റെ പ്രസക്തി നാം തിരിച്ചറിയേണ്ടത്. പ്രാരബ്ധവും ആഗാമികവും സഞ്ചിതവുമായ കർമ്മങ്ങളുടെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കുന്നതെന്ന് നാം കണ്ടല്ലോ. ആ കർമ്മഫലങ്ങളുടെ സൂചനകൾ നൽകുന്നവയാണ് ഗ്രഹങ്ങൾ. പൂർവജന്മാർജിതമായ പാപപുണ്യങ്ങളെയും അതുമൂലം ഭാവിയിൽ വരാവുന്ന ശുഭാശുഭങ്ങളെയും സമഗ്രമായി സൂചിപ്പിക്കുന്ന പ്രതീകമാണ് ജനന സമയത്തെ ഗ്രഹനില. പൂർവജന്മാർജിതം കർമ്മ ശുഭം വാ യതി വാ ശുഭം തസ്യ പങ്ക്തിം ഗ്രഹ സർവേ സൂചയന്തീഹ ജന്മനി എന്നും യദുപജിത മന്യജന്മനി ശുഭാശുഭം തസ്യ കർമ്മണ പങ്ക്തിം വ്യഞ്ജയന്തി ശാസ്ത്രമേതൽ തമസി ദ്രവ്യാണി ദീപ ഇവ എന്നും പ്രശ്നമാർഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി, ജഠരേ ശയനം എന്നിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യജന്മങ്ങളിൽ ശുഭാശുഭ ഫലങ്ങൾ ഏതേത് സമയത്ത് സംഭവിക്കും, ഏതേത് സമയത്ത് ശുഭകാര്യങ്ങൾ ആരംഭിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മുതൽ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സകല സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും വ്യക്തമായ സൂചനകൾ നൽകാൻ ജ്യോതിഷത്തിന് കഴിയുന്നു. ഒരു വ്യക്തി ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ട കർമ്മപാന്താവൻ ഏതെന്ന സൂചന മുതൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരെ ജ്യോതിഷത്തിലൂടെ വെളിപ്പെടുന്നു. ഒരു വ്യക്തിയുടെ വാസനകൾ ഏതെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിതം രൂപപ്പെടുത്തിയെടുക്കാൻ ഈ ശാസ്ത്രം സഹായിക്കുന്നു. സാ ജന്മപത്രീ വിമല ന യസ്യ തജ്ജീവിതം സന്തതമന്തകം സ്യാൽ അനൽപമൽപം ച തദോൽപകം വാ ന കൽപ്പതേ ഭാഗ്യമതീവ ഹേതു എന്ന ജാതകാഭരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധമായിരിക്കുന്ന ജാതകം കൊണ്ട് ഭാവി ഫലങ്ങൾ അറിയാതെയുള്ള മനുഷ്യന്റെ ജീവിതം അന്ധകാരമയമാകുന്നു. അതായത് എന്താണ് പ്രവർത്തിക്കേണ്ടതെന്നും എങ്ങോട്ടാണ് പോകുന്നതെന്നും അറിയാതെ ഇരുട്ടിൽ കിടന്ന് വിഷമിക്കുന്നവനാണെന്നും സാരം. അധികമോ അല്പമോ തുല്യമോ ആയ അനുഭവ ഗുണങ്ങൾ ഭാഗ്യത്തെ ആശ്രയിച്ചു ഉള്ളതുമാകുന്നു. പാണ്ടനാട്ടിൽ ഗോപാലവാര്യരുടെ വ്യാഖ്യാനം. എന്നാൽ പുരുഷപ്രയത്നമില്ലാതെ ഭാഗ്യം കൊണ്ട് മാത്രം ഒരു പ്രയോജനവുമില്ല എന്നും നമ്മുടെ ആചാര്യന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. യഥാഹ്യേന ചക്രേണ രഥസ്യന ഗതിർഭവേത് തദ്വത് പുരുഷകാരേണ വിനാ ദൈവം ന സിദ്ധ്യതി. ദൈവവും പുരുഷപ്രയത്നവും തമ്മിലുള്ള ബന്ധം ഒരു രഥത്തിൻ്റെ 2 ചക്രങ്ങൾ പോലെയാണ്. ദൈവവും പുരുഷന്റെ എഫേർട്ടും തമ്മിലുള്ള ബന്ധം എന്താണത്? 2 ചക്രങ്ങൾ പോലെയാണ് ഒരു രഥത്തിൻ്റെ. ഇവിടെ ഒന്നിന് മാത്രമായി നിലനിൽപ്പില്ല. പുരുഷപ്രയത്നവും ഈശ്വരകാരുണ്യവും ഒരേ സമയം ആവശ്യമാണ് എന്നതാണ് ഇത് നൽകുന്ന സൂചന. ഇവിടെയാണ് ദോഷപരിഹാരങ്ങൾക്കും ഈശ്വരാനുഗ്രഹത്തിനുമായി ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രസക്തി. ഫോർ astrology reveals only the general influence of the planets and stars on our life, careers and different times in our life and development. It reveals tendencies, it reveals good times and bad times for certain kinds of choice. Editorial The Astrological Magazine 1991 മെയ്. ഇതിൽ നിന്നും ജ്യോതിഷത്തിൻ്റെ പ്രയോജനം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. ഇക്കാലത്തൊരു ഭാവി പ്രവചന ശാസ്ത്രമായി മാത്രം പലരും ജ്യോതിഷത്തെ സമീപിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിലും മഹത്തായ പല തലങ്ങളും ജ്യോതിഷത്തിനുണ്ട്. നമ്മുടെ വ്യക്തിത്വം, ആരോഗ്യം, ധനം, കർമ്മം, ബന്ധങ്ങൾ, മനസ്സ്, ഭൗതികവും മാനസികവും ആത്മീയവുമായ സാക്ഷാത്കാരങ്ങൾ എന്നീ മേഖലകളിലൊക്കെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ജ്യോതിഷം സഹായിക്കുന്നു എന്ന് യാതൊരു സംശയവും വേണ്ട. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.